മുന്നിൽ കൂടെ ആര് പോണു? ട്രെയിൻ ഞാൻ ഇവിടെ ഊട് വിചാരിച്ചു. പിന്നെ നമ്മൾ നോക്കുമ്പോ അടുത്തൊരു ട്രെയിൻ ഉണ്ട്. മഹലിന്റെ പേരാണ് പറഞ്ഞത്. നമ്മളതിന് ഊണ് എടുത്തത് ഡൽഹിയിലെ ജന്തർമന്ദിരായിരുന്നു. ഇത്രയും സ്കാം ഇവിടെ നടക്കണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. മേലക്ക് നോക്കാണ്, ടിക്കറ്റ് കാണാനില്ല. ആ പൈസക്ക് എത്ര ബിരിയാണി ഇന്ന്, ആ പൈസക്ക് എത്ര മന്തി എന്നാണില്ല. കാലം ഇവിടെ നോക്കി കാര്യമില്ലാണ്ട് തിരിഞ്ഞാടും. കഥ കേട്ടോളി പറഞ്ഞു. എന്താ വെച്ച് നാഗദൂരം എന്താണ് എന്താ പറയും? രാവിലെ തന്നെ നീറ്റ് മാറ്റി കുളിച്ച്, അതായത് 5:55 ട്രെയിൻ. 5:50 ഞങ്ങൾ ഇറങ്ങണത്. 17 മിനിറ്റ് ഞങ്ങൾക്ക് കാണിച്ചത്. ആകെ നമുക്ക് പോകാൻ 10 മിനിറ്റേ ഉള്ളൂ. എന്നിട്ട് ചെക്കൗട്ട് ചെയ്ത് കണ്ട് അടിക്ക് ഇറങ്ങിയപ്പോ ഓല് പറയാണ് റൂം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ വിടുള്ളൂ. അപ്പൊ എന്തായി? അപ്പൊ അവിടെ ആകത്തായി. കാരണം ഓല് കാരണം ഞങ്ങൾക്ക് 2 മിനിറ്റ് പോയി. പക്ഷെ ഓല് ചെക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് വിട്ടു. എന്നാലും 2 മിനിറ്റ് അവിടെ പോയി. പിന്നെ ബാക്കി 8 മിനിറ്റേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ മണ്ടി പോയി. എന്ത് ചെയ്തു? അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ മണ്ടി ലാസ്റ്റ് അവിടെ എത്തി. അവിടെ എത്തിയപ്പോ മുന്നിൽ കൂടെ ആര് പോണു? ട്രെയിൻ പോകും. ഈ ഞാൻ ആ ട്രെയിനിൽ ചാടി കയറാൻ നോക്കി. ബാക്കിൽ കണ്ടോ ഇത്ര ബട വല, നല്ല വെയിറ്റ് ഉള്ള ലഗേജ് ഉള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല. ഓന് ഇജുണ്ടല്ലോ, ഇജ് ചാടി കയറിയപ്പോ വിചാരിച്ചു ഞാൻ ഇജവിടെ ഊട് വിചാരിച്ചു. സത്യം ഇജ് കിട്ടാൻ വിചാരിച്ച സാധനല്ലേ. ഞാൻ 5 മണിക്ക് അലാറം വെച്ചു. 5:10 സ്നൂസ് ചെയ്തിട്ടു. 5:10 എണീറ്റു. അങ്ങനെ തട്ടി നീപ്പിച്ചു. ഓനങ്ങനെയൊക്കെ നീച്ചു ഒക്കെ റെഡിയാക്കി. ഓനൊന്ന് കുളിക്കണം പറഞ്ഞു. ഞാൻ കുളിച്ചിട്ടില്ല. കുളിക്കണം എന്ന് പറഞ്ഞു കുളിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ 5:40 കഴിഞ്ഞ് 45 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ആ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോയും കിട്ടാനില്ല. അപ്പം പിന്നെ ഓടി എത്തി. പക്ഷെ നമ്മൾ ട്രെയിൻ കണ്ടു, കയറാൻ പറ്റില്ല. ദെൻ അതിന് ശേഷം ഞങ്ങൾ ട്രെയിനിൽ കയറി. വേറെ ട്രെയിനിൽ കയറി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. കള്ളവണ്ടി കയറി ഞങ്ങൾ. അതെ, ഞാൻ കുറച്ചു നേരം ഉറങ്ങി കേട്ടോ. ഇജ്ജ് ഉറങ്ങില്ലല്ലോ? ഞാൻ കുറച്ചു നേരം എന്താ കണ്ണടച്ചു. ടി വന്നാലോ എന്തെങ്കിലും വിഷയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അതായി. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാല് ആ ട്രെയിൻ ഡൈവേർട്ട് ചെയ്തു. ആ ട്രെയിന് പുലര എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വേറെ ഒരു പിന്നെ റൂട്ടിലോട്ട് മാറാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. രണ്ടാമത്തെ അബദ്ധം. അതെ, അത് അങ്ങനെയായി. അപ്പൊ ഞങ്ങൾ പുലര ഇറങ്ങി. അപ്പൊ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം 8 മണി ആവണുള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോ അടുത്തൊരു ട്രെയിൻ ഉണ്ട്. അല്ല, അതിന് മുന്നേ ട്രെയിൻ ഉണ്ട്. പക്ഷെ ആ ട്രെയിൻ കണക്പൂരോ അങ്ങനെ അങ്ങനെ എന്തോ സ്ഥലത്തിന്റെ പേര്. ജയ്പൂർ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷൻ. ജയ്പൂർക്ക് വീണ്ടും 10-11 കിലോമീറ്ററോ അല്ലെ 8 കിലോമീറ്റർ അങ്ങനെ എന്തോ റണ്ണിങ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ വേണ്ട, നമുക്ക് അടുത്തതിന് വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ അതിൽ കയറി. അത് ജനറൽ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതിൽ വന്ന് ഞങ്ങൾ ഇവിടെ ജയ്പൂർ ഇറങ്ങി. അല്ല, 150 രൂപ ഞങ്ങളുടെ അവാമേൽക്ക് പറഞ്ഞത്. മെട്രോ നോക്കി ബഡി ചോപ്പർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മെട്രോ എടുത്തു. 12 റുപ്യാണ്. അല്ല, ഒരാൾക്ക് 12. ഇതെന്താ വെച്ചാൽ ചെറിയൊരു പിന്നെ ലൈൻ പോലെ മാത്രമേ ഇവിടെ ജയ്പൂരിൽ മെട്രോ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്റ്റോപ്പിൽ നിന്ന് വേറെ സ്റ്റോപ്പിലോട്ട് പോകണ ജസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ മെട്രോ കയറി. മെട്രോ ഇറങ്ങി ഹവാമഹൽ കണ്ടു. ഒന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചങ്ങായി കണ്ട്. അവൻ പറഞ്ഞു 200 രൂപയ്ക്ക് നിങ്ങളെ കുറേ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 8 സ്ഥലം. അതെ. എന്നിട്ട് പിന്നെ സിറ്റി പാലസ്, പിന്നെ ജന്തർ മന്ദിർ, അസമാല്, മൗസ്മാല്, അങ്ങനെ കുറെ മഹലിന്റെ പേരാണ് പറഞ്ഞത്. നമ്മളതിന് ഊണ് നമ്മളെന്താ വിചാരിച്ചത്? ഇതൊക്കെ ഇവിടെ ഉള്ള സ്ഥലങ്ങളാ വിചാരിച്ചാണ്ട് 200 റുപ്യല്ലേ നമ്മള് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചാണ്ട് 200 റുപ്യക്ക് ഈ സ്ഥലമൊക്കെ പോവാന്നുണ്ടെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കയറി. അതായത് ടോട്ടൽ 200 റുപ്യ കേട്ടോ, ഒരാൾക്കല്ല, ടോട്ടൽ 200 റുപ്യ. അത് നിങ്ങൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല എന്നുള്ളതിലാണ് സംഭവം. എന്ന് വെച്ചാൽ ഓല് നമ്മളെ സ്ഥലത്ത് ഇറക്കി തരും. ഓല് വേറെ റണ്ണിങ്ങിന് പോകും. നമ്മളെ പിന്നെ നമ്മളെ ആവശ്യമുള്ള സമയത്ത് വിളിക്കുക. അപ്പോൾ ഓല് അല്ലെങ്കിൽ വേറെ ആൾ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. പിക്ക് ഒരു ഡ്രോപ്പ് ചെയ്യും. നമ്മൾ വിളിച്ചാൽ വരും, വരാക്കൊന്നുമില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ ആദ്യം ജന്തർമന്ദിർ പോയി. ജന്തർമന്ദിർ പോയ സമയത്താണ് ഫസ്റ്റ് പ്രശ്നം ഉണ്ടാവുന്നത്. ജന്തർമന്ദിരക്കുള്ള ടിക്കറ്റ് എടുത്തത് ഡൽഹിയിലെ ജന്തർമന്ദിരായിരുന്നു. അത് ഒന്നാമത്തെ ഫോൾട്ട്. പിന്നെ കോമ്പോസിറ്റ് ടിക്കറ്റ് എടുത്തു. അതായത് ഹവാമഹൽ, ജന്തർമന്ദിർ, ജൽമഹൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ 8 മഹലുണ്ട്. അതെ, കുറെ ഉണ്ട്, ഫുള്ളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ അവര് കൊണ്ടുപോകുന്നുള്ള മൈൻഡിൽ നിന്നു. സംഭവിച്ചെന്ന് വെച്ചാൽ ഓല് പറഞ്ഞ സ്ഥലങ്ങളിൽ ആകെ 3 സ്ഥലം അങ്ങനെ എന്തോ വരുന്നുള്ളൂ. പിന്നെ ജന്തർമന്ദിർ കണ്ടു. അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിച്ചു. സിറ്റി പാലസ് കൊണ്ടിറക്കി തന്നു. അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അതിന് വേറെ നമ്മൾ ടിക്കറ്റ് എടുത്തു. അതിന് ഒരാൾക്ക് 300. അത് ഞങ്ങൾ കണ്ടു. കോമ്പോസിറ്റ് ടിക്കറ്റിന്റെ പൈസ എത്ര? കോമ്പോസിറ്റ് ഒരാൾക്ക് 422 വില ചാർജ് ചെയ്തത്. 420 ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. ആ ഓൺലൈനിൽ നമ്മൾ എടുത്തില്ല, അതായത് നമുക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ എടുത്തിന്. ഏതായാലും അത് കഴിഞ്ഞ് 844 റുപ്യ. അതെ. ഇതിക്ക് ഞാൻ പറയട്ടെ, സിറ്റി പാലസ് കണ്ട്
പിന്നെ നമ്മള് ആളെ വിളിച്ചു. അല്ലല്ല, ആ ആള് വന്നില്ല, വേറെ ആളെ പറഞ്ഞു. ആ, എന്നിട്ട് പോലെ എന്ത് ചെയ്തു, ഓലെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് മലയാളിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ പറഞ്ഞു ഹവാമേല മാത്രമേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആകെ എത്ര സ്ഥലം കാണിച്ചാണ്, എത്ര രണ്ട് സ്ഥലം കാണിച്ചാണ്. നേരെ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോയിക്കാണ്ട് അയാൾ പറഞ്ഞ് 200 റുപ്യ അടിക്കും. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഹവാമേൽ കണ്ടിട്ടില്ല, പിന്നെ കുറച്ച് മഹലിൻ്റെ പേരുകൾ പറഞ്ഞു അതും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യത്തെ ആളെ വിളിച്ചിക്കാണ്ട് ചോദിച്ചു നിങ്ങൾ ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ലേ ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ഒരു ഹോൾസെയിൽ മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റല്ല, എന്താണ് ട്രഡീഷണൽ വർക്ക് ചെയ്യണ ഒരു കട. അതെ, അപ്പൊ അതേനല്ലേ ഒരു മഹല്. അതായത് സിമ്പിൾ, അതായത് ഇവരെന്താ അറിയോ, ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ കൊണ്ടുപോയി ഇട്ടുതരും. എന്നിട്ട് കച്ചവടം നടന്ന കമ്മീഷൻ കിട്ടുമല്ലോ, എല്ലായിടത്തുള്ള പോലെ തന്നെ. അങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ട് പേരാണ് എന്തോ ഒരു മഹല്, എന്തൊക്കെ ആണ്. ഏതായാലും അത് വേണ്ട പറഞ്ഞു. അതാണ് ഞാൻ ഒരു പറഞ്ഞ 8 ഒരു മഹൽ. അതാലോചിക്കണം, ഇത്രയും സ്കാം ഇവിടെ നടക്കണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് എന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങളൊരു മാർക്കറ്റ് കൊണ്ടാക്കും ഷോപ്പിങ്ങിന്റെ, അവിടുന്ന് പിന്നെ നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം, അതായത് അവമാല് പോകാന്ന് പറഞ്ഞു. ലാസ്റ്റ് അവമാല് അങ്ങനെ പറഞ്ഞോളൂ. പോയത് പറഞ്ഞിടയ്ക്ക് എവിടുക്കാണ്, അതും ഈ പറഞ്ഞ പോലെ ഒരു കടിക്ക് ഓല ഒരു കട ഉണ്ട്, ആ കടിക്ക് നമ്മൾ കൊണ്ടുപോകാം. അതാണ് അതിന്റെ പേര്. ഓരോ കടക്ക് പേരുണ്ടാവും, ആ പേര് ചിലപ്പോൾ 2 ഷർട്ട് കാണിച്ചു. നമ്മളെ നാട്ടിൽ എത്ര 100 റുപ്യക്കും 150 റുപ്യക്കും കിട്ടുന്ന സാധനം 1050 ഞാൻ കുറെ പറഞ്ഞു എന്ത് സാധനമാണെന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെയാണ് 1500 കൊടുക്കുക. 1500 ഞങ്ങളുടെ നാട്ടിൽ അതിന് നല്ല കിട്ടും പറഞ്ഞു. ആംബർ ഫോർട്ടിക്ക് വണ്ടി വന്നപ്പോൾ അതിൽ കയറി 20 റുപ്യ എടുത്ത് ഇവിടെ വന്ന് ഇറങ്ങി. ഇപ്പൊ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. അല്ലല്ല, അതിന്റെ മുമ്പ് ഒരു സംഭവം ഉണ്ട്, അവമാല ഞങ്ങൾ കണ്ടു. ലാസ്റ്റത്തെ സ്റ്റോപ്പ് അവമാലാണ്, അത് പറഞ്ഞു. അവമാല കയറി ഞങ്ങള്, അവമാല കയറി നല്ല ഉന്മേഷത്തോടെ ഞാനൊക്കെ നല്ല അടിപൊളിയാണ് കയറിയത്. സത്യം, ഇവന് വലിയ ഞെക്കില്ലേനും. സത്യം പറയാം, ഇവൻ എങ്ങനെ ചോദിച്ചാല് എന്താ പറയാ, ഭയങ്കര സങ്കടത്തിൽ ഓനിക്ക് ഒന്നാമത് ജലദോഷമാണ്. ആ ഒരു സംഭവം ഒന്നാമതുണ്ട്. ആദ്യം കൂടെ ഞങ്ങൾ കയറുന്നു. ഓനിക്ക് ഭയങ്കര പ്രശ്നം, ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാവും അതിന്റെ ഉള്ളിലേക്ക് കയറിയത്. ഇനി ബാക്കി പറഞ്ഞു. അവിടെ കയറി അത് കണ്ടു, കുറെ ഫോട്ടോ എടുത്തു, ഇങ്ങനെ നടന്നു. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം. അങ്ങനെ നടന്നു. പിന്നെ താഴത്തേക്ക് എത്തി. ടിക്കറ്റ് എവിടെയാന്ന് ചോദിച്ചു. അടുത്ത് ഞങ്ങൾ പോണല്ലോ, അപ്പൊ അടുത്തിന് ടിക്കറ്റ് എവിടെയാന്ന് ചോദിച്ചപ്പോ മേലേക്ക് നോക്കാണ്, ടിക്കറ്റ് കാണാനില്ല. തരാൻ ബാക്കി അവിടെ ഇല്ല. അല്ല, ഏതായാലും പിന്നെ ആ ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ എന്തും ചെയ്യല്ല, ഞാൻ ചെറുക്കനാകെ മൂടോഫാണ്, ഇപ്പോഴും മൂടോഫാണ്. അടിയില്ലേ ഓനാകെ പോയി കിടക്കാം. അതെ. ആ പൈസക്ക് എത്ര ബിരിയാണി, ആ പൈസക്ക് എത്ര മന്തി എന്നാണില്ലേ, ആ പൈസക്ക് ഇവിടെ എത്ര താളി. അതായത് സിമ്പിൾ. അതായത് അപ്പൊ അങ്ങനെ സംഭവിച്ചോ, ചെറുക്കനൊരു മൂഡ് ഓഫ് വന്നു. ഓനെ മൂഡ് ഓഫ് നമ്മൾ പരിഗണിച്ചു. 844 റുപ്യാണ്. അതെ, നിങ്ങൾ 2 വട്ടം തരുന്നു. ഞാനൊരു വട്ടം ഇവനൊരു വട്ടം തെരഞ്ഞു. നമ്മൾ തരാതെ നിന്നിട്ടൊന്നുമില്ല. അത് മൊത്തം നടന്ന്, അതായത് നമ്മള് കാണുന്ന സ്ഥലങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ കണ്ടു. അവിടെ വേറെ സ്ഥലങ്ങളുണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങൾ കയറിയുണ്ട്. എന്നിട്ട് അത് കണ്ടപ്പോ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പകരം സാധനം ഇവിടെ നോക്കി കാര്യമില്ല തിരിഞ്ഞാടും. അതായിരുന്നു സംഭവം. അപ്പം അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം, ഷോപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് കൂടെ ഒരു ബസ് ഞങ്ങളൊരുമാതിരി സ്കാമില് പെട്ട മാതിരിയാണ്. ആരും ഒടുക്ക് വിളിച്ചാലും കേറി പോവാണ്. ഏതായാലും ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ദിസ് ഈസ് വാട്ട് വി കോൾ ലൈക്ക്, ഇതിന്റെ പേരാണ് ആംബർ ഫോർട്ട്.